അവസാനമായി സ്നാനസംബന്ധമായി പൗലോസിന്റെ ഉപദേശങ്ങൾ എന്താകുന്നു എന്ന് നമുക്ക് നോക്കാം. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുകയും ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കുകയും ചെയ്ത വിശുദ്ധ പൗലോസ് മുഖാന്തരം ദൈവം നിരവധി ഉപദേശങ്ങൾ തന്റെ സഭയ്ക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്നാനസംബന്ധമായി മാർമികമായിരിക്കുന്ന പല ഉപദേശ സത്യങ്ങളും ഉത്തരോത്തരമായ നിലയിൽ വെളിപ്പെടുത്തിയത് പൗലോസിലൂടെയാണ്. പ്രസ്തുത വെളിപ്പാടുകളിലൂടെ നമുക്ക് ക്രിസ്തീയ സ്നാനത്തിന്റെ ആത്മീക അർത്ഥങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുവാൻ സാധിക്കും. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവിടുത്തെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവിടുത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവിടുത്തെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഈ വചനത്തിൽ പൗലോസ് സ്നാനസംബന്ധമായ പല ഉപദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവ ഉപദേശക്രമമനുസരിച്ച് വിശദമായി ഗ്രഹിക്കേണ്ടതാണ്. സ്നാനമേൽക്കുന്ന വ്യക്തിയിൽ ആത്മീകമായി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരങ്ങൾ പൗലോസിന്റെ ഉപദേശങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഒന്നാമതായിട്ട്, സ്നാനപ്പെടുന്ന വ്യക്തി ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാവുന്നു. പാപത്തിന്റെ ശമ്പളം മരണമെന്ന ശാപത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യന്റെ ശാപം മാറ്റുവാൻ ക്രിസ്തുയേശു ലോകത്തിൽ വന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഗലാത്യർ 3:12. ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ശാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. ഒന്നാമത്തെ ആദം അനുസരണക്കേട് നിമിത്തം മനുഷ്യകുലത്തിന് മുഴുവനും ശാപകാരണമായി തീർന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തു അനുസരണ നിമിത്തം തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും ശാപവിമോചകനായി തീർന്നു. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് പാപിയായി മരിച്ച് നിത്യനാശത്തിൽ അകപ്പെടുന്നതിനു പകരം പാപസംബന്ധമായി മരിച്ച് നിത്യജീവൻ അവകാശിയാകുവാൻ സാധിക്കും. ഇതെങ്ങനെയെന്ന് പൗലോസ് തന്നെ വിശദീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:14-15 വാക്യങ്ങൾ. പാപിയായ എനിക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചുവെന്ന് വിശ്വസിക്കുന്ന വ്യക്തി പാപസംബന്ധമായി മരിക്കുന്നതിലൂടെ തന്റെ വിശ്വാസം പ്രവൃത്തിയാൽ തെളിയിക്കുകയാണ്. പാപസംബന്ധമായി മരിക്കുകയെന്നാൽ മാനസാന്തരത്തിലൂടെ പാപത്തോടുള്ള ആന്തരിക ആഭിമുഖ്യം പൂർണ്ണമായി ത്യജിക്കുക അഥവാ പാപത്തെ വെറുക്കുക എന്നാണ്. മദ്യപനായ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടതിന്റെ പിറ്റേ ദിവസം റോഡിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ പഴയ സ്നേഹിതർ മദ്യക്കുപ്പികൾ കാട്ടി തന്നെ ക്ഷണിച്ചു. അയാൾ ആ ക്ഷണം നിരസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ക്ഷണിക്കുമ്പോൾ വന്ന് നിങ്ങളോടുകൂടെ മദ്യപിച്ചിരുന്ന ആൾ മരിച്ചുപോയി. ഇത് വേറൊരു മനുഷ്യനാണ്. ഇയാൾ ഒരിക്കലും നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളോടൊപ്പം മദ്യപിക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് അയാൾ തന്റെ വഴിക്ക് പോയി. ഇതുപോലെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ച ഒരാൾ പാപസംബന്ധമായി മരിക്കണമെന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പാപമോ ആ വ്യക്തിയോ മരിക്കുന്നു എന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ പ്രസ്തുത വ്യക്തിക്ക് പാപത്തോടുള്ള ഇച്ഛ മരിച്ചുവെന്നാണ് സത്യം. വീണ്ടെടുക്കപ്പെടാത്ത ഒരുവനിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് അവൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവനെ കൊണ്ട് നിർബന്ധമായി പാപം ചെയ്യിക്കുന്നു. എന്നാൽ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ അതേ വ്യക്തി വീണ്ടെടുക്കപ്പെട്ടാൽ സാത്താന് തുടർന്ന് അവന്റെ ഉള്ളിൽ വസിക്കുവാൻ കഴിയുകയില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഓടി മറയുന്നത് പോലെ ക്രിസ്തുവിന് ഇടം കൊടുത്ത ഹൃദയത്തിൽ നിന്നും സാത്താൻ പുറത്തു പോകുന്നു. തുടർന്ന് പിശാച് പുറത്തുനിന്നും പ്രലോഭനങ്ങളാൽ പാപം ചെയ്യുവാൻ ആ വ്യക്തിയിൽ പ്രേരണ ചെലുത്തുമെങ്കിലും ആത്മാവിനാൽ ആ പ്രലോഭനങ്ങളെ പോലും ജയിക്കുവാൻ അയാൾക്ക് സാധിക്കും. പാപസംബന്ധമായി മരിക്കുക എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട ഇതര വേദഭാഗങ്ങൾ കൂടി നോക്കാം. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഗലാത്യർ 5:24 ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. കൊലോസ്യർ 2:20 നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു.
കൊലോസ്യർ 3:3 നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇങ്ങനെ പാപസംബന്ധമായി മരിക്കുന്നതിലൂടെ വിശ്വാസികൾ പാപികൾക്കു വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്നു. പൗലോസിന്റെ രണ്ടാമത്തെ ഉപദേശം ക്രിസ്തുവിന്റെ അടക്കത്തിൽ പങ്കാളിയാവുന്നതിനു വേണ്ടിയാകുന്നു സ്നാനമെന്നത്രേ. റോമർ 6:4 അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവിടുത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. പാപികൾക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിന്റെ ശരീരം തന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസേഫ് പീലാത്തോസിനോട് ചോദിച്ചു വാങ്ങി. യോസേഫ് ശ്രേഷ്ഠമന്ത്രിയും ധനവാനുമായ മനുഷ്യനായിരുന്നു. താൻ പാറയിൽ വെട്ടിയിരുന്ന തന്റെ പുതിയ കല്ലറയിൽ യേശുവിന്റെ ശരീരം അടക്കം ചെയ്തു. പാപസംബന്ധമായി മരിച്ചവർക്ക് യേശുക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുന്ന ശ്രേഷ്ഠ അനുഭവം കൂടെ സ്നാനത്താൽ ലഭിക്കുന്നു. സ്നാനവിധം എങ്ങനെയായിരിക്കണം? റോമാലേഖനം 6:4 ഉപയോഗിച്ചിരിക്കുന്ന സുന്താപ്തോ എന്ന യവനായ പദത്തിന് കൂടെ അടക്കപ്പെടുക, ടു ബെറി വിത്ത് എന്ന അർത്ഥമാണുള്ളത്. പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളൂ. കൊലോസി ലേഖനം 2:12 സ്നാനത്തിൽ നിങ്ങൾ അവിടുത്തോട് കൂടെ അടക്കപ്പെടുകയും എന്ന വാക്യമാണ് രണ്ടാമതായിട്ടുള്ളത്. സ്നാനവിധത്തെക്കുറിച്ച് ഒരു സംശയവും ഉദിക്കാത്ത നിലയിലാണ് പരിശുദ്ധാത്മാവ് സ്നാനത്തിന്റെ ആത്മീക അർത്ഥം വിശദമാക്കിയിരിക്കുന്നത്. സ്നാനം ഒഴിച്ചോ തളിച്ചോ ആകാമെന്ന് പഠിപ്പിക്കുന്നവർ മുൻവിധി ഉപേക്ഷിച്ച് ഈ പദത്തിന്റെ അർത്ഥം മാത്രം ഗ്രഹിച്ചിരുന്നുവെങ്കിൽ നിമജ്ജനം അഥവാ മുഴുകൽ മാത്രമേ അടക്കത്തോട് പൂർണ്ണ നീതി പുലർത്തുന്നുള്ളൂ എന്ന് സമ്മതിക്കുമായിരുന്നു. സ്നാനം അടക്കത്തിന് പ്രതിരൂപമാകയാൽ സ്നാനമാധ്യമമായ ജലം കല്ലറയ്ക്ക് സമാനമാണ്. അർത്ഥാൽ സ്നാനാർത്ഥി ജലക്കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെടുകയാണ് അഥവാ കുഴിച്ചിടപ്പെടുകയാണ്. സുബോധമുള്ള ആരും മരിച്ച ഒരുവനെ കുഴിച്ചിടുവാൻ കൊണ്ടുപോയിട്ട് കുഴിവെട്ടി അടക്കം ചെയ്യുന്നതിന് പകരം ഒരു പിടി മണ്ണ് വാരി ആ മൃതശരീരത്തിൽ വിതറിയ ശേഷം അടക്കം ചെയ്തു എന്ന് അവകാശപ്പെടുകയില്ല. അഥവാ ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അധികാരികൾ ആ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കും. നാട്ടുനടപ്പിനും സാമൂഹിക നീതിക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ലോക കോടതി വെറുതെ വിടുകയില്ല എങ്കിൽ സ്വർഗീയ കോടതി ദൈവപ്രമാണത്തെ തങ്ങളുടെ ഇഷ്ടത്തിനൊത്തവണ്ണം തിരുത്തുന്നവരെ വെറുതെ വിടുമോ? ഒരിക്കലുമില്ല. സർവജ്ഞാനിയായ ദൈവം കൽപ്പനകൾ നൽകിയിരിക്കുന്നത് നാം അവയെ കൃത്യമായി ആചരിക്കേണ്ടതിനാണ്. പരിമിതികളുള്ള മനുഷ്യൻ തന്റെ അല്പജ്ഞാനത്തിനൊത്തവണ്ണം അവയെ തിരുത്തിയാൽ ശിക്ഷ പ്രാപിക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. വെള്ളത്തിൽ മുക്കുന്നത് അസൗകര്യമോ? വെള്ളം തളിച്ചോ ഒഴിച്ചോ സ്നാനപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്ന് വാദിക്കുന്ന ഒരു സഭയുടെ ആധികാരിക രേഖയിൽ മുഴുകൽ സ്നാനം നൽകാതിരിക്കുന്നതിനുള്ള കാരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: യോഹന്നാൻ സ്നാപകനും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അനുദപിച്ചു വരുന്നവരെ വെള്ളത്തിൽ ഇറക്കി മുക്കുകയാണ് ചെയ്തത്. ക്രിസ്ത്യാനികളുടെ എണ്ണവും സഭയുടെ വ്യാപ്തിയും വർദ്ധിച്ചതോടെ ഇറക്കി മുക്കുന്നതിന്റെ അസൗകര്യവും ചിലയിടങ്ങളിൽ സാധ്യതയില്ലായ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ സ്നാനം തലയുടെ ഉച്ചിയിൽ വെള്ളമൊഴിക്കുന്ന രീതിയാക്കി. നമ്മുടെ വിശ്വാസം, പേജ് 149. ദൈവം തന്ന പ്രമാണത്തെക്കാൾ തങ്ങളുടെ സൗകര്യത്തെ വലുതായി കാണുന്നവരെ ഓർത്ത് ദുഃഖിക്കുകയല്ലാതെ എന്തു ചെയ്യും? ഒരു വ്യക്തിക്ക് ദാഹിച്ചാൽ വെള്ളം കുടിക്കണമോ പാല് കുടിക്കണമോ എന്നത് തന്റെ സൗകര്യം പോലെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷെ ദൈവകൽപ്പനയോടുള്ള ബന്ധത്തിൽ ഓരോരുത്തർ താങ്കളുടെ സൗകര്യാർത്ഥം പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. മുഴുകൽ സ്നാനമാണ് വചനാനുസരണമുള്ള രീതിയെന്നും വേദപുസ്തകത്തിലെ സ്നാനങ്ങൾ മുക്കി സ്നാനപ്പെടുത്തിയവയാണെന്ന് തങ്ങൾക്ക് അറിവുണ്ടെന്നും സ്വയം വെളിപ്പെടുത്തിയ ശേഷം പക്ഷേ ഞങ്ങൾക്ക് മുക്കി സ്നാനപ്പെടുത്തുവാൻ അസൗകര്യമുള്ളതുകൊണ്ട് ഒഴിച്ച് സ്നാനപ്പെടുത്തിക്കൊള്ളാമെന്ന് പറയുന്നത് ദൈവകൽപ്പനയുള്ള തുറന്ന അവഹേളനമല്ലയെന്ന് സത്യാന്വേഷികൾ ചിന്തിക്കുക. മൂലഭാഷാ പ്രയോഗവും അർത്ഥവും നാം വിചിന്തനം ചെയ്യുന്നു. തിരുവചനത്തിൽ സ്നാനസംബന്ധമായി ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളുടെ ഭാഷാപ്രയോഗവും അതിന്റെ അർത്ഥവും നിമജ്ജന സ്നാനവിധത്തെ സ്വാധീകരിക്കുന്നു. ബപ്റ്റിസ്മ, ദ പ്രോസസ് ഓഫ് ഇമേർഷൻ, ബാപ്റ്റോ എന്ന ഗ്രീക്ക് ധാതുവിൽ നിന്നുമാണ് ബപ്റ്റിസ്മ എന്ന നാമമുളവായത്. ഇതിന് മുക്കുക എന്നാണ് അർത്ഥം.
മാത്രമല്ല ബാപ്റ്റോ എന്നത് ഡീപ്പ് അഥവാ ആഴമുള്ള എന്നർത്ഥമുള്ള ഒരു മൂലധാതുവിൽ നിന്ന് ഉടലെടുത്തതാണ്. ചുരുക്കത്തിൽ ബാപ്റ്റിസ്മ അഥവാ സ്നാനം എന്ന നാമത്തിന്റെ വ്യക്തമായ അർത്ഥം ആഴത്തിൽ മുക്കുക എന്നാണ്. ഈ നാമം പുതിയ നിയമത്തിൽ 22 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. സ്നാനത്തിന്റെ ധാതുപദമായ ബാപ്റ്റോ പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം സ്നാനേതര വിഷയങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ 3 സന്ദർഭങ്ങളിലും ബാപ്റ്റോ നിബഞ്ജന വിധത്തെ സാധൂകരിക്കുന്നതായി കാണാം. ലൂക്കോസ് 16:24 വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്ന നാവിനെ തണുപ്പിക്കണമെന്ന് ധനവാൻ യാതനാസ്ഥലത്ത് നിന്നും ലാസറിനെ സംബന്ധിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. യോഹന്നാൻ 13:26 ഞാൻ അപ്പക്കണ്ണം മുക്കിക്കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 19:13 അവിടുന്ന് രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ഇവിടെ ബാപ്റ്റോ എന്നതിന് നൽകിയിരിക്കുന്ന മലയാള പരിഭാഷ ശരിയല്ല. രക്തം മുക്കിയ ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്നതാണ് ശരി. ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ ഹി വാസ് ക്ലോത്ത് വിത്ത് എ വെസ്റ്റർ ഡിപ്ഡ് ഇൻ ബ്ലഡ്. അതെ, രക്തത്തിൽ മുക്കിയ ഉടുപ്പ് എന്ന് അർത്ഥം. ക്രിയാപദമായ ബാപ്റ്റിസോ സ്നാനപ്പെടുത്തുക അഥവാ മുക്കുക എന്ന അർത്ഥമാണ് നൽകുന്നത്. പുതിയ നിയമത്തിൽ ആകമാനം 80 പ്രാവശ്യമാണ് നിമജ്ജനത്തെ സൂചിപ്പിക്കുന്ന ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ആചാരപരമായി കഴുകുന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ് ബാപ്റ്റിസ്മോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പദം പുതിയ നിയമത്തിൽ 4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മർക്കോസ് 7:4-8, എബ്രായർ 6:2, 9:10. മാമോദീസ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം മുങ്ങിക്കുളി എന്നാകുന്നു. തളിക്കുക എന്നതിന് റാനിക്സോ സ്പ്രിംഗ്ലിംഗ് എന്നാണ് അർത്ഥം. ഈ പദം സ്നാനവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്തുപോലും ഉപയോഗിച്ചിട്ടില്ല. സ്നാനത്താൽ ക്രിസ്തുവിന്റെ അടക്കത്തോട് താതാത്മ്യം പ്രാപിക്കേണ്ടതാകിയാൽ നിമജ്ജനം മാത്രമാണ് ദൈവം നിർദ്ദേശിച്ച സ്നാനവിധമെന്ന് തിരുവെഴുത്തിലെ മൂലഭാഷാ പ്രയോഗങ്ങളും സാക്ഷീകരിച്ചിരിക്കുന്നു. ഇതര വേദ തെളിവുകൾ കൂടെ നമുക്ക് പരിശോധിക്കാം. വേദപുസ്തകത്തിലെ സ്നാന സംഭവങ്ങൾ സസൂക്ഷ്മം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും നിമജ്ജനമാണ് ശരിയായ സ്നാനവിധമെന്ന് അംഗീകരിക്കും. ചില തെളിവുകൾ കൂടെ കാണുക. വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ മുഴുകൽ സ്നാനമാണ് നൽകിയിരുന്നത്. യോഹന്നാൻ 3:23 നാം ഇങ്ങനെ കാണുന്നു: യോഹന്നാനും ശാലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അതേ, സ്നാനം നിമജ്ജനമാകിയാൽ അല്പം വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുവാനാവില്ല, വളരെ വെള്ളം ആവശ്യമാണ്. മത്തായി 3:16 യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. ഇതുപോലെ യേശുവിന്റെ കൽപ്പനപ്രകാരം സ്നാനപ്പെടുന്നവരും ലജ്ജിക്കാതെ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് കയറണം. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ എന്ന് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ കാണുന്നു. സ്നാനാർത്ഥിയും സ്നാപകനും വെള്ളത്തിലിറങ്ങി. ആദിമസഭ എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയെ വരെ മുക്കിയാണ് സ്നാനപ്പെടുത്തിയത്. മന്ത്രിയുടെ സൗകര്യം നോക്കി സ്നാനവിധം സൗകര്യം പോലെ ആക്കിയില്ല. കാരണം കൽപ്പന തന്നവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനാണ്. ചുരുക്കത്തിൽ നിമഞ്ജനം മാത്രമാണ് ക്രിസ്തുവിന്റെ അടക്കത്തോട് ഏകീഭവിക്കുന്നതിനുള്ള സ്നാനവിധമെന്നത് തർക്കമറ്റ സംഗതിയാകുന്നു. പൗലോസിന്റെ 3-ാമത്തെ ഉപദേശം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ സ്നാനം നമ്മെ പങ്കാളിയാക്കുന്നു എന്നതത്രേ. യേശുക്രിസ്തു തന്റെ ക്രൂശീകരണത്തിന് മുൻപ് താൻ പാപികൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെടുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യന്മാരോട് പ്രസ്താവിച്ചിരുന്നു. ഈ വിവരമറിഞ്ഞ മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിനോട് അപേക്ഷിച്ചതനുസരിച്ച് അവർ യേശുവിന്റെ കല്ലറയ്ക്കൽ കാവലേർപ്പെടുത്തുകയും കല്ലറവാതിൽക്കൽ രാജമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ആ കല്ലറയ്ക്കുള്ളിൽ ആരാണുള്ളത് എന്ന് അവർ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവർ ഈ പാഴ്ശ്രമങ്ങൾക്ക് മുതിരുമായിരുന്നില്ല. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ജയാളിയെ ദൃശ്യമായതിന്റെയും അദൃശ്യമായതിന്റെയും കാരണഭൂതനും അവകാശിയുമായവനെ റോമാ ഗവൺമെന്റിന്റെ ഒരു പ്രാവശ്യയുടെ മാത്രം ചുമതലയുള്ള പീലാത്തോസിന്റെ മുദ്രയ്ക്കോ പട്ടാളക്കാർക്കോ അടക്കി നിർത്താനാവുമോ? ഒരിക്കലുമില്ല.
മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശപ്പെടുത്തി, ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ പിതാവിന്റെ വ്യാപാര ശക്തിയാൽ യേശുക്രിസ്തു മൂന്നാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്തു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി എന്ന് 1 കൊരിന്ത്യർ 15:14, 20, 21 വാക്യങ്ങളിൽ വായിക്കുന്നു. പാപസംബന്ധമായി മരിച്ച വ്യക്തിക്ക് ക്രിസ്തുവിന്റെ അടക്കത്തിൽ പങ്കാളിത്തം നൽകുന്ന സ്നാനം പുനരുത്ഥാനത്തിലും പങ്കാളിത്തം നൽകുന്നു. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം അർത്ഥപൂർണമാകുന്നു. റോമാലേഖനം 6:4 മുതലുള്ള വാക്യങ്ങളിൽ, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവിടുത്തെ മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ടും തന്നെ കൊലോസ്യലേഖനം 2:12 സ്നാനത്തിൽ നിങ്ങൾ അവിടുത്തോടുകൂടി അടക്കപ്പെടുകയും അവിടുത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവിടുത്തോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് കാണുന്നു. ക്രിസ്തുവിന്റെ മരണം മനുഷ്യന്റെ അതിക്രമങ്ങൾ നിമിത്തമായിരുന്നെങ്കിൽ അവിടുത്തെ ഉയർപ്പ് നമ്മുടെ നീതീകരണാർത്ഥമത്രേ. റോമാലേഖനം 4:24 ഈ യാഥാർത്ഥ്യം ഉറപ്പിച്ചിരിക്കുന്നു. പാപിയെ നീതിമാനായി പ്രഖ്യാപിക്കുന്നതിനായി നീതിമാനായ ക്രിസ്തു പാപമാക്കപ്പെട്ടു. വിശ്വസിക്കുന്ന ഏവർക്കും നീതീകരണം സൗജന്യമായി ലഭിക്കുന്നു. റോമാലേഖനം 5:1 വാക്യം. യേശുക്രിസ്തുവിനെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന വിശ്വാസം മാത്രം പോരാ, വിശ്വാസം വായ്കൊണ്ട് ഏറ്റുപറയുകയും വേണം. റോമാലേഖനം 10:9-10 വാക്യങ്ങൾ. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ വിശ്വാസ്യത തെളിയിക്കുന്ന രംഗമാണ് സ്നാനം. എനിക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് സിദ്ധാന്തപരമായി മാത്രം വിശ്വസിക്കുന്നവർ അനേകരുണ്ട്. എന്നാൽ ആ വിശ്വാസം സ്നാനത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ തയ്യാറുള്ളവർ ചുരുക്കമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവമാണെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. ന്യായാധിപന്മാരുടെ കാലത്ത് ഗിദെയോന്റെ യുദ്ധാഹ്വാനം ഉൾക്കൊണ്ട് 30,000 പേർ ഗിദെയോന്റെ അടുക്കൽ വന്നുകൂടി. അവരിൽ 20,000 ഭീരുക്കളായിരുന്നു എന്ന് പുറകാലെ തെളിഞ്ഞു. അവസരം ലഭിച്ചപ്പോൾ മുമ്പോട്ട് വന്നതിലും ആവേശത്തോടെ അവർ മടങ്ങിപ്പോയി. ശേഷിച്ച 10,000-ൽ 9,700 പേരും വെള്ളം കൊണ്ട് ദൈവം നിയമിച്ച പരീക്ഷയിൽ പരാജിതരായി. എങ്കിലും ശേഷിച്ച 300 പേരെ കൊണ്ട് 30,000-ാൽ അസാധ്യമായിരുന്ന കാര്യം ദൈവം സാധ്യമാക്കി. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വിശ്വാസനായകന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നവരുടെ ഇടയിൽ ഈ സംഭവത്തിന്റെ അനുവർത്തനം ഇന്നും കാണാനാവും. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയോടെ ജലസ്നാനത്തിൽ നിന്നും കയറി വരുന്നവർ ചുരുക്കമാണ്. എങ്കിലും ആ ചുരുക്കം പേരെ കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാനാവുമെന്ന് ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവിടുത്തെ പുനരുത്ഥാന ശക്തി അനുഭവിച്ചറിഞ്ഞവർ സാക്ഷ്യപ്പെടുത്തും. ഉയർത്തെഴുന്നേറ്റത് എന്തിനു വേണ്ടി എന്ന് അടുത്തതായി ചിന്തിക്കാം. ഈ ചോദ്യത്തിനുള്ള പൗലോസിന്റെ ഉത്തരം ലളിതമാണ്: ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റോമർ 6:5. മാനുഷികമായി ഒരു ശിശു ജനിച്ച് ഘട്ടം ഘട്ടമായി പക്വത പ്രാപിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിലും പ്രസക്തമാണ്. മാനസാന്തരത്തിലൂടെ പുതുതായി ജനിക്കുന്ന ആത്മീക ശിശു ഒരർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിലെ നടപ്പ് ആരംഭിക്കുന്നത് സ്നാനക്കടവിൽ നിന്നുമാണെന്ന് പറയാം. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുകയും പഴയത് കഴിഞ്ഞ അധ്യായമാകുകയും ചെയ്യുന്നു. പഴയ ആരാധന, പഴയ ജീവിതം, പഴയ പരിചയങ്ങൾ, പഴയ ബന്ധങ്ങൾ എന്നിങ്ങനെ പഴയ മനുഷ്യനായ ആദാമിൽ നിന്നും ലഭിച്ച പ്രകൃതമെല്ലാം നീങ്ങി ദൈവം പ്രദാനം ചെയ്ത പുതുജീവന്റെ പ്രഭാവത്തോടെ പുതുക്കമുള്ള ജീവിതം നയിക്കുന്നവനത്രേ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഈ ലോകത്തിന്റെ കാലഗതിക്കൊത്തവണ്ണം ജഡമോഹങ്ങളിൽ നടക്കുവാനോ ജാതികളെ പോലെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് അജ്ഞാനികളായി നടക്കുവാനോ അല്ല, ആത്മാവിനെ അനുസരിച്ച് ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ജീവിച്ച് ജീവന്റെ പുതുക്കം വെളിപ്പെടുത്തുകയാണ് സ്നാനത്തിലൂടെ നമ്മെക്കുറിച്ച് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇഴഞ്ഞു നടന്ന് ഇലകൾ തിന്നിരുന്ന ഒരു പുഴു
സമാധിയിലൂടെ ചിത്രശലഭമായി തീർന്നു കഴിഞ്ഞ് വീണ്ടും ഇലയും തിന്ന് ഇഴഞ്ഞു നടക്കുന്നത് കണ്ടാൽ നമുക്ക് എന്തു തോന്നും? ചിത്രശലഭത്തോട് ആശയവിനിമയം നടത്തുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ നാം പറയുമായിരുന്നു, ഹേ ചിത്രശലഭമേ, ഇനി നീ ഇഴഞ്ഞു നടക്കേണ്ടതില്ല. നിനക്ക് ലഭിച്ചിരിക്കുന്ന ചിറകുകൾ വിടർത്തി ഉയരത്തിൽ പറക്കുക, മനോഹരമായ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ജീവിക്കുക. അതിനായിട്ടാണ് ദൈവം നിനക്ക് ഈ രൂപാന്തരം നൽകിയിരിക്കുന്നത്. ഇതേ പ്രകാരം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവർക്ക് ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്ന കർത്തവ്യമുണ്ട്. രണ്ടാമതായി, സ്നാനത്താൽ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയെ ആത്മീകമായ അർത്ഥത്തിൽ ദൈവം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അത് എന്തിനു വേണ്ടിയെന്ന് പൗലോസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പ്രസ്താവിച്ചു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവീൻ. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. സ്വർഗീയമായത് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നതും ഉയർത്തെഴുന്നേറ്റവന്റെ ഉത്തരവാദിത്തമാണ്. സ്നാനത്താൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് അനുരൂപപ്പെട്ടവർക്ക് ആത്മീകമായ ഉന്നത മണ്ഡലത്തിൽ നടക്കുവാൻ സാധിക്കും. സ്നാനസംബന്ധമായ പൗലോസിന്റെ 4-ാമത്തെ ഉപദേശം ക്രിസ്തുവിനോട് ചേരുവാൻ ആകുന്നു എന്നത്രേ. റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം: അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. ഗലാത്യർ 3:27 അത് തന്നെ പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നു: ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും. പൗലോസിന്റെ ഈ പ്രസ്താവനകളിലൂടെ സ്നാനത്താലാണ് ഒരുവൻ ക്രിസ്തുവിനോട് ചേരുന്നത് എന്ന് സമർത്ഥിച്ചിരിക്കുന്നു. മോശ മുഖാന്തരം മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ജനം ചെങ്കടൽ കടന്നതിനെക്കുറിച്ച് എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് 1 കൊരിന്ത്യർ 10:2 രേഖപ്പെടുത്തിയിരിക്കുന്നു. മരുഭൂമിയിലെ സഭയായ ഇസ്രായേൽ ജനം മോശയോട് ചേരുവാൻ സ്നാനമേറ്റത് യാഥാർത്ഥ്യത്തിന്റെ നിഴൽ മാത്രമായിരുന്നുവെങ്കിലും ആ സംഭവം പുതിയ നിയമ സ്നാന ഉപദേശങ്ങളിലേക്ക് വെളിച്ചം വീശുവാൻ പര്യാപ്തമാണ്. ചെങ്കടലിലൂടെ അത്ഭുതകരമായി ദൈവം ഉണ്ടാക്കിയ വഴി, ഇരുവശവും മതിൽ പോലെ വെള്ളം, മുകളിൽ മേഘം, ഇതിനുള്ളിലൂടെ ജനം കടന്നുപോയത് പുതിയ നിയമ സ്നാനത്തിന് ദൃഷ്ടാന്തമാക്കിയിരിക്കുകയാണ് പൗലോസ്. അക്കരെ കടന്ന ജനം തങ്ങളുടെ നിയമദാതാവും നടത്തിപ്പുകാരനുമായ മോശയോട് ചേർന്നു, അഥവാ മോശയുമായി ഇസ്രായേൽ ജനം ഐക്യതയിലായി. പുതിയ നിയമസഭയിലെ സ്നാനത്തെക്കുറിച്ച് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപദേശം ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ടതാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. യേശുക്രിസ്തുവിന്റെ മാർമിക ശരീരമായ സഭയോട് ചേരുക എന്നതാണ് ഇവിടെ താൻ അർത്ഥമാക്കിയിരിക്കുന്നത്. അതെപ്രകാരമെന്ന് പൗലോസ് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്: യഹൂദന്മാരോ യവനന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അഥവാ സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റവർ യേശുക്രിസ്തുവിന്റെ മാർമിക ശരീരത്തോടെ പരിശുദ്ധാത്മാവിനാൽ ചേർക്കപ്പെടുന്നു. റോമാലേഖനം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു എന്ന് പൗലോസ് പ്രസ്താവിച്ചു. അതുകൊണ്ടും തന്നെ 1 കൊരിന്ത്യർ 12:27 നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളാകുന്നു എന്നും താൻ പ്രസ്താവിച്ചിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1:18 അവിടുന്ന് സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം പൊതുവായി മനസ്സിലാക്കാവുന്നത് ക്രിസ്തു തലയായുള്ള സഭയാകുന്ന ശരീരത്തോട് സ്നാനത്താലാണ് പരിശുദ്ധാത്മാവ് ഒരുവനെ ചേർക്കുന്നത് എന്നത്രേ. സ്നാനസംബന്ധമായി പൗലോസിന്റെ ഉപദേശങ്ങളിൽ സഭാംഗത്വവും രക്ഷയും എന്ന വിഷയമാണ് അടുത്തതായി ചിന്തിക്കേണ്ടത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:47 നാം കാണുന്നു. സ്നാനത്താലാണ് സഭയാം ശരീരത്തോടെ ചേരുന്നത് എന്ന പ്രസ്താവന ചിലരെങ്കിലും സംശയം ഉളവാക്കുവാൻ സാധ്യതയുണ്ട്. ഒരുവൻ ദൈവസഭയുടെ അംഗമായി തീരുന്നത് രക്ഷിക്കപ്പെടുമ്പോഴോ അതോ സ്നാനപ്പെടുമ്പോഴോ എന്ന സംശയത്തിന് സൂക്ഷ്മ പഠനത്തിൽ ലഭിക്കുന്ന ഉത്തരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ എന്നതാണ്.
ഈ സംശയം ഉളവാകുവാനുള്ള കാരണം, ഇന്ന് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരുവനെ ഉടനെ സ്നാനപ്പെടുത്തുവാൻ പലരും തയ്യാറാകുന്നില്ല. കുറച്ചു പഠിക്കട്ടെ, പിന്നെയാകാം സ്നാനം എന്ന പ്രവണത പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ നിലവിലില്ലാതിരുന്ന ദുരുപദേശങ്ങൾ ഇന്ന് സ്നാനസംബന്ധമായി ഉള്ളതുകൊണ്ട് സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ സ്നാനാർത്ഥിയെ ഗ്രഹിപ്പിക്കുവാനും തന്റെ മാനസാന്തരം യാഥാർത്ഥ്യമായതോ എന്ന് പരിശോധിക്കുവാനുമാണ് ഇപ്രകാരം പഠിക്കുവാൻ സമയം നൽകുന്നത്. ഈ വാദം പൂർണ്ണമായി അംഗീകരിക്കുവാൻ സാധ്യമല്ല. വേദപുസ്തകത്തിലെ സ്നാന ചരിത്രങ്ങളിൽ ശൗലിന്റെ സ്നാനമൊഴികെ മറ്റുള്ളവയെല്ലാം വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചവർ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ച ഉടനെ സ്നാനപ്പെട്ട ചരിത്രങ്ങളാണ്. ശൗലിന്റെ മാനസാന്തരത്തിനും സ്നാനത്തിനും തമ്മിൽ 3 ദിവസത്തെ താമസം നേരിട്ടതുപോലും പരിശുദ്ധാത്മാവ് വലിയ താമസമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ സമയമെടുത്ത് പഠിപ്പിക്കേണ്ടത് പാപം, മാനസാന്തരം, വിശ്വാസം, വീണ്ടും ജനനം, രക്ഷ മുതലായ അടിസ്ഥാന വിഷയങ്ങളാണ്. ശരിയായി പാപബോധം വന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തിയെ താമസം കൂടാതെ സ്നാനപ്പെടുത്താം. അല്ലെങ്കിൽ സ്വർഗം ഇനിയും താമസിക്കുന്നത് എന്തേ എന്ന ചോദ്യം ആവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. കാട്ടൊലിവിന്റെ ഒരു ശാഖ വെട്ടിയെടുത്ത് നല്ല ഒലിവിനോട് ഒട്ടിച്ചു. ഇതേക്കുറിച്ച് ഒരാൾ കാട്ടൊലിവിന്റെ ശാഖ എപ്പോഴാണ് നാട്ടൊലിവിന്റെ ശാഖയായി തീർന്നത് എന്ന് ചോദിച്ചാൽ വെട്ടിയെടുത്ത് ഒട്ടിച്ചപ്പോൾ എന്നായിരിക്കും ഉത്തരം. ഇതുപോലെ പിശാചിനെ വിട്ട് ക്രിസ്തുവിനോട് ചേരുന്ന വ്യക്തിയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിലൂടെയാണ് ദൈവസഭയുടെ അംഗമായി തീരുന്നത്. പൗലോസ് പഠിപ്പിച്ച 5ാമത്തെ ഉപദേശം സ്നാനം ക്രിസ്തുവിനെ ധരിക്കുവാൻ വേണ്ടിയാണ് എന്നത്രേ. ഗലാത്യലേഖനം 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ സ്നാനമേൽക്കുന്ന വ്യക്തി ആത്മീകമായ അർത്ഥത്തിൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ധരിക്കുക എന്ന കർമ്മപദത്തിന് എൻഡുവോ എന്ന ഗ്രീക്കിലും പുട്ടിംഗ് ഓൺ എന്ന് ഇംഗ്ലീഷിലും ഉപയോഗിച്ചിരിക്കുന്നു. ഒരുവൻ അക്ഷരീകമായി വസ്ത്രം ധരിക്കുന്നതിനും അലങ്കാരികമായ വസ്ത്രം ധരിക്കുന്നതിനും ഇതേ പദം ഉപയോഗിച്ചിട്ടുണ്ട്. മർക്കോസ് 6:9, യെശയ്യാവ് 61:10. കൂടാതെ ദൈവിക സ്വഭാവ ഗുണങ്ങൾ സ്വജീവിതത്തിൽ പാലിക്കുന്നതിനെക്കുറിച്ചും ഞാൻ നീതിയെ ധരിച്ചു, അതെന്റെ ഉടുപ്പായിരുന്നു എന്ന് ഇയ്യോബ് 29:17 കാണുന്നു. സ്നാനത്താൽ ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ള ഉപദേശം ഗ്രഹിക്കുവാൻ അത് സംബന്ധിച്ചുള്ള ഇതര ഭാഗങ്ങൾ കൂടെ നോക്കാം. കൊലോസ്യലേഖനം 3:9-10 വാക്യങ്ങളിൽ നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീനെന്ന് എഫേസ്യർ 4:22-24 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ആരാണ് ഈ പഴയ മനുഷ്യൻ? ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ആകാര സ്വരൂപത്തിലല്ല, സ്വഭാവ സ്വരൂപത്തിൽ, അഥവാ ആത്മാവിന്റെ ഫലമുള്ളവരായിരുന്നു ആദമും ഹവ്വയും. എന്നാൽ പാപത്താൽ മനുഷ്യന് ദൈവ സ്വഭാവം നഷ്ടപ്പെടുകയും പൈശാചികമായ ജഡസ്വഭാവം ലഭിക്കുകയും ചെയ്തു. വളരെ അധ്വാനിച്ചാലും വളമിട്ടാലും നെൽകൃഷിയിൽ നിന്നും ലഭിക്കുന്ന ഫലം തുച്ഛമാണ്. എന്നാൽ ഒന്നും ചെയ്തില്ലെങ്കിലും ആഫ്രിക്കൻ വായൽ വളർന്ന് പടരും. ഇതുപോലെ മനുഷ്യൻ തിന്മയ്ക്ക് വളക്കൂറുള്ള മണ്ണായി ഭവിച്ചു. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും സാധിക്കാത്ത വിധം തിന്മ അവനിൽ പ്രബലപ്പെട്ടു. എന്താണ് പഴയ മനുഷ്യന്റെ പ്രവൃത്തികൾ? പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ ക്രമമായി പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതിവ്, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, അനീതി, ദുർബുദ്ധി, അസൂയ, പിണക്കം, കപടം, ദുശീലം, കുരള, ഏഷണി, ദൈവദ്വേഷം, നിഷ്ഠൂരത, ഗർവം, ആത്മപ്രശംസ, നിയമലംഘനം, ദുർനടപ്പ്, വിഗ്രഹാരാധന, സ്വയഭോഗം, പുരുഷകാമം, മദ്യപാനം, വാവിഷ്ഠാണം, പിടിച്ചുപറി, അശുദ്ധി, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, വെറിക്കൂത്ത്, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം മുതലായവയാണ് മനുഷ്യന്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ.
പുതിയ മനുഷ്യനെന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അദൃശ്യനായ ദൈവത്തിന്റെ സ്വരൂപവും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതുമായ പുതുമനുഷ്യനാകുന്നു യേശുക്രിസ്തു. കൊലോസ്യ ലേഖനം 1:15. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ഇറങ്ങി വസിച്ചിരുന്നു പുത്രനിൽ. ദൈവിക സ്വഭാവങ്ങളുടെ സമ്പൂർണത യേശുക്രിസ്തുവിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ദൈവരൂപത്തിലിരുന്ന ക്രിസ്തു മനുഷ്യരൂപം ധരിച്ചു. 10,000ങ്ങളിൽ സുന്ദരനെന്ന് വാഴ്ത്തപ്പെട്ടവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്കവണ്ണം ക്രൂശിൽ വിരൂപനാക്കപ്പെട്ടു. പാപത്താൽ ദൈവസ്വരൂപം നഷ്ടപ്പെട്ട മനുഷ്യന്റെ വൈരൂപ്യം മാറ്റുവാൻ മറ്റു മാർഗമില്ലായിരുന്നു. വിശ്വസിക്കുന്നവരെ തന്റെ പുത്രന്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഇതത്രേ ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. മാനസാന്തരത്താൽ ജഡസ്വഭാവം ഉപേക്ഷിച്ച് സ്നാനത്താൽ ആത്മസ്വഭാവം ധരിക്കുക എന്നതാണ് ഈ ഉപദേശത്തിന്റെ സാരാംശം. എന്നാൽ ഇത് 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. മാനസാന്തര ഘട്ടത്തിൽ മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും ഒരുവന് ബോധ്യമുണ്ടാകണമെന്നില്ല. എന്നാൽ വിശുദ്ധീകരണ ഘട്ടത്തിൽ ദൈവവചനത്താലും ആത്മാവിനാലും ബോധ്യമാക്കപ്പെടുന്ന പാപങ്ങളെ അനുദിനം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കണം. മാനസാന്തരപ്പെടാത്ത വ്യക്തിയിലെ പഴയ മനുഷ്യൻ അവനെ പാപത്തിന് അടിമപ്പെടുത്തിയിരുന്നു. എന്നാൽ മാനസാന്തര ശേഷം ആ വ്യക്തി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന കാലത്തോളം പാപം അയാളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. റോമാലേഖനം 6:6. മാനസാന്തരപ്പെട്ടവൻ ഇനിയും ഒരിക്കലും പാപം ചെയ്യുകയില്ല എന്ന് ഇതിനർത്ഥമില്ല. ചെളിക്കുണ്ടിൽ ആടും പന്നിയും ഒരുമിച്ച് വീണാൽ ആട് നിവൃത്തിയുണ്ടെങ്കിൽ ചാടി രക്ഷപ്പെടും. എന്നാൽ പന്നിയോ ചെളിയിൽ വീണത് ഭാഗ്യമെന്ന് കരുതി അതിൽ രസിക്കും. ഇതുപോലെ ദൈവാത്മാവുള്ളവൻ അബദ്ധവശാൽ പാപം ചെയ്താലും അവന് പാപബോധം ഉണ്ടാകുന്ന മാത്രയിൽ അതിൽ നിന്നും ഉദ്ധാരണം പ്രാപിക്കും. മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ കൊലോസ്യ വിശ്വാസികൾ പാപസംബന്ധമായി മരിച്ചവരും ക്രിസ്തുവിനെ ധരിച്ചവരുമെങ്കിലും ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവീനെന്ന് 3:5 പൗലോസ് അവരോട് പ്രബോധിപ്പിക്കുന്നു. ഇതെന്തുകൊണ്ട്? ഒരിക്കൽ മാനസാന്തരപ്പെട്ടു എന്നതുകൊണ്ട് കാര്യം കഴിഞ്ഞില്ല. അനുദിനവും പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ടേയിരിക്കണം. വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം ഈ പ്രക്രിയ തുടരേണ്ടതാണ്. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ, പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ 2 പ്രയോഗങ്ങൾ കൊലോസ്യ ലേഖനം 3:7-10 വാക്യങ്ങളിലും എഫേസ്യർ 4:24 നാം കാണുന്നു. ഈ പ്രയോഗങ്ങളുടെ അർത്ഥം വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജഡത്തിൽ വസിക്കുന്ന കാലത്തോളം ആരും പൂർണ്ണരല്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നു എങ്കിൽ ആ വ്യക്തി സ്വയം വഞ്ചിക്കുകയാണ് എന്ന് 1 യോഹന്നാൻ 1:8 നാം കാണുന്നു. റോമിലെ കാരാഗൃഹത്തിൽ മരണം പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്ന വിശുദ്ധ പൗലോസ് തന്റെ മരണത്തിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് പോലും തികഞ്ഞവനായി എന്ന് താൻ സ്വയം നിരൂപിച്ചിരുന്നില്ല എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഫിലിപ്പിയർ 3:12-13. ചുരുക്കത്തിൽ ക്രിസ്തുവിനെ ധരിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്? പഴയ വസ്ത്രത്തിനു മീതെ പുതിയത് ഒന്ന് ധരിച്ചാൽ പുറമേ മാന്യനായി തോന്നുമെങ്കിലും അടുത്തു വന്നാൽ ദുർഗന്ധമുണ്ടായിരിക്കും. ഇതുപോലെ ബോധ്യമായ പാപസ്വഭാവങ്ങളെ ഉപേക്ഷിക്കാതെ സ്നാനപ്പെടുന്നവൻ ക്രിസ്തുവിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ മുഖാന്തരമാകും. പുതുജനനത്തോടെ പുതിയ ഹൃദയവും ആത്മാവും ലഭിച്ചവൻ ആദാമ്യ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തനായി ഒരു പുതിയ സൃഷ്ടിയാകുന്നു. 2 കൊരിന്ത്യർ 5:17. സ്നാനത്താൽ പുതിയ മനുഷ്യനെ ധരിച്ച് അനുദിന ജീവിതത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെ പരിജ്ഞാനപൂർത്തി ലഭിക്കുന്നു. കൊലോസ്യർ 3:10. ഇപ്രകാരം ക്രിസ്തു എന്ന തലയോളം ആത്മാവിൽ വളരുവാനുള്ള അവസരം ഉണ്ടാകുന്നു. സ്വഭാവത്തിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തോട് സദൃശ്യന്മാരാകും. സ്നാനം ഒരു സത്യാന്വേഷണമെന്ന ഈ CD കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഈ ഉപദേശ വിഷയം വ്യക്തമായി ഗ്രഹിച്ച് അനുസരിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ
എന്നെ ബന്ധപ്പെടുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്റെ ഇമെയിൽ വിലാസം ksabraham@gmail.com. മൊബൈൽ നമ്പർ 9447401025. ksabraham.org എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുവാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. പാപത്തിൻ ശമ്പളം മരണമെന്ന് ശാപത്തിൽ കഴിയുവോരേ, പാപത്തിൻ ശമ്പളം മരണമെന്ന് ശാപത്തിൽ കഴിയുവോരേ. യേശുവാണു ജീവൻ, ജീവന്റെ അപ്പം, ജീവൻ തരാനേശു മതിയായവൻ. യേശുവാണു ജീവൻ, ജീവന്റെ അപ്പം, ജീവൻ തരാനേശു മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. ഇരുളിൽ വഴിതെറ്റി വീഴുവോരെ, മരുഭൂയാത്രക്കാരെ. ഇരുളിൽ വഴിതെറ്റി വീഴുവോരെ, മരുഭൂയാത്രക്കാരെ. യേശുവാണു ദീപം, നല്ലൊരു പാത, ജയമായി നടക്കുവാൻ മതിയായവൻ. യേശുവാണു ദീപം, നല്ലൊരു പാത, ജയമായി നടത്തുവാൻ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. ഫലവാതിൽ തേടി വലഞ്ഞവരെ, ഫലമന്യേ ഓടുവോരെ. ഫലവാതിൽ തേടി വലഞ്ഞവരെ, ഫലമന്യേ ഓടുവോരെ. യേശുവാണു വാതിൽ, നല്ലോരിടയൻ, അരികിലണയ്ക്കുവാൻ മതിയായവൻ. യേശുവാണു വാതിൽ, നല്ലോരിടയൻ, അരികിൽ അണയ്ക്കുവാൻ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. ലോകത്തിൻ ഭാരത്താൽ തളർന്നവരെ, ആശ നശിച്ചവരെ. ലോകത്തിൻ ഭാരത്താൽ തളർന്നവരെ, ആശ നശിച്ചവരെ. യേശുവാണു വൈദ്യൻ, സുഗന്ധ തൈലം പകർന്നിടാനേശു മതിയായവൻ. യേശുവാണു വൈദ്യൻ,
സുഗന്ധ തൈലം പകർന്നിടാനേശു മതിയായവൻ, മതിയായവൻ, യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ, മതിയായവൻ, യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ.